ഹലോ ഗായ്സ്, ആക്രി ആൻഡ് ആക്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടെറാറിയമാണ്. ടെറാറിയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ബോളിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗാർഡൻ ഉണ്ടാക്കണതിനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാട്, അതിൻ്റെ അകത്തൊരു കാട് ഉണ്ടാക്കണതിനാണ് പറയുന്നത്. രണ്ട് തരം ടെറാറിയം ഉണ്ട്, ഒരെണ്ണം ഡ്രൈയും പിന്നെ ട്രോപ്പിക്കലും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രോപ്പിക്കലാണ്. ഇപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മോയ്സ്ചറൊക്കെ ഉള്ളതാണ്, ഈർപ്പമുള്ള ടൈപ്പ് ടെറാറിയമാണ് ഞാൻ ഉണ്ടാക്കണത്. ട്രോപ്പിക്കൽ ടെറാറിയത്തിൽ തന്നെ ഞാനൊരു ക്ലോസ്ഡ് ടെറാറിയമാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് അടച്ചു കളയും. അപ്പോൾ നമുക്ക് ടെറാറിയം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് ആദ്യം തന്നെ ടെറാറിയം സോയിൽ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കണേ ചകിരിച്ചോറ്, കുറച്ച് ചാണകം, പിന്നെ മണ്ണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് ലൈം ഷെൽ പൗഡർ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മിക്സ് ചെയ്യും, കാൽസ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ, മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്കൊരു ക്ലേ ടൈപ്പ് ആക്കി എടുക്കാം. ഈ കുപ്പിയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിൽ നമ്മൾ ഇതിങ്ങനെ പിടിപ്പിച്ചെടുക്കണം. അതിന് ഞാനൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. ഇങ്ങനെ ഇതാണ് ബാംബൂ സ്റ്റിക്കിൽ ഞാനൊരു മാഗ്നറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതെ, അതെന്നിട്ട് വേറൊരു മെറ്റലിലും കൂടി ഞാൻ മാഗ്നറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടണം. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് നെക്കി കൊടുക്കണം. അപ്പോൾ ഈക്വലായിട്ട് എല്ലാ സ്ഥലത്തും പോകും. ഇതിനിപ്പോൾ നേരല്ലേ, ഇതിന് നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് വളക്കണം. അല്ലേ, കണ്ടാ? ഇത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഇപ്പോൾ കറക്റ്റായിട്ട് ആവാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഹോള് ഭയങ്കര ചെറുതായതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ടൂൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കെ. ഇനി പുറത്തേക്ക് എടുക്കാൻ ഒന്നും ചെയ്യണ്ട, ഇത് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ഇങ്ങനെ വെറുതെ ഇതാക്കിയാൽ മതി. എന്നിട്ട് അതെ ഇതിൻ്റെ വാലിൽ പിടിച്ച് കൊണ്ടുവരിക. അതിന് നമുക്കിത് നേരെ നിൽക്കുമെന്ന് നോക്കാം. അപ്പോൾ ഓക്കെയാണ്, ഇത് നേരെ നിൽക്കേണ്ട ബോള്. ഇട്ട് വന്നപ്പോൾ ഞാനവിടുത്തെ ആദ്യമേ അടിയിൽ ഫില്ല് ചെയ്യാൻ നോക്കാം. അടിയിൽ ഞാനിനി ഏറ്റവും അടിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇതേപോലെ ഒരു മെറ്റലിൻ്റെ ഒരു ചെറിയൊരു പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടിയിൽ ഏറ്റവും അടിയിൽ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3 സൈഡാണ് വെച്ചേക്കണത്. അടിയിൽ കുറച്ച് സ്ലോപ്പ് പോലെയാണ് വെച്ചേക്കണത്, സ്ലോപ്പ് പോലെ. ഇനി ഞാനൊരു പഴയ പൊട്ടിയ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം. ഞാൻ ആ ബോട്ടിലിൻ്റെ അകത്ത് കല്ല് പോലെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിനാകുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ കല്ല് ഇതിൻ്റെ അകത്തേക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 2 ടൂളാണ് ഉപയോഗിക്കാൻ പോണത്. ഇതും പിന്നെ ഇത് രണ്ടും ഉണ്ടാക്കിയെടുത്തേക്കണേണ്. നമുക്കിത് അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തളിച്ചിട്ടുണ്ട് സ്പ്രേയിൽ. ഇനി ഞാൻ കുറച്ച് പായലും കുറച്ച് ചെടികൾ, വീട്ടിൻ്റെ ഈ പരിസരത്തുള്ള ഫുൾ ചെടികളാണ്, ഒന്നും വാങ്ങിച്ചേക്കണല്ല, കിടത്തേണ്ട പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചിലപ്പോഴേ വെക്കോളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അതിന് കുറച്ച് പായൽ വെക്കാം. ഞാൻ അറിയാവുന്ന പോലെയൊക്കെ പേരൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഇട്ടേക്കാട്ടാ. അത് നമുക്ക് വെക്കാം. അതിന് കുറച്ച് സ്പ്രിംഗ് ടൈൽ ഞാൻ വീട്ടിൽ തന്നെ പിടിച്ചിട്ട് കൾച്ചർ ചെയ്തിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. സ്പ്രിംഗ് ടൈൽ ഫംഗസൊക്കെ തിന്നോളും. എന്തെങ്കിലും ഒരു ഫംഗസ് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ സ്പ്രിംഗ് ടൈൽ അയച്ചോളും. ഞാനിട്ട് ഒരു കോർക്കിട്ട് അടച്ചിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്.